വെച്ചെടുത്ത് കാണൂല. 10 ദിവസം വീട്ടിൽ നിന്ന് മാറുന്ന അപ്പം എല്ലാം അലങ്കോലാക്കും. തറ തുറക്കാൻ പോകുന്നുണ്ട്. ഷർട്ടും കൊണ്ട എന്റെ കൊണ്ട എന്താടാ നീ എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ വലിച്ച് താഴെട്ടിരിക്കുന്നത്? ഞാൻ ഇതിനകത്തൊരു സാധനം വെച്ചിരുന്നു, അതിപ്പോ കാണാനില്ല. എന്ത് സാധനം? കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ് ഞാൻ കണ്ടില്ല. നീ കാണൂല, നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള നിനക്ക് വിലയില്ലല്ലോ. ഏടാ ഞാൻ സത്യമായിട്ടും കൂളിംഗ് ഗ്ലാസ് ഒന്നും കണ്ടില്ല. നീ എന്തിനാണ് എന്നോട് ഇവിടെ വെറുതെ ശല്യങ്ങൾ മനുഷ്യനെ പ്രാണായാമം ചെയ്യാനും സമ്മതിക്കില്ല. എന്താ ചെയ്യും? സാധനം കിട്ടില്ല, എല്ലാത്തിനും കാണിച്ചിരുന്നുണ്ട്. എടാ അവിനാശേ, ഞങ്ങൾ ആരും എടുത്തിട്ടടാ. നീ അടുക്കളന്നല്ല ഇങ്ങോട്ട് വന്നത്? ആ ദോശക്കാന്ന് നോക്കണം. ദേ ചൂട് കൂടിയിട്ടെ അവന്റെ അടിക്ക് പിടിക്കാൻ നോക്കിയോ നീ? അല്ലേ എന്താ ഇവിടെ പ്രശ്നം? എടാ എന്റെ കൂളിംഗ് ഗ്ലാസ് കാണാനില്ല. മീനാക്ഷി എന്നല്ലേ? അതെന്താ അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തയച്ചപ്പോ കൂടെ കൊടുത്തയച്ചില്ലേ? ഭാഗ്യം ദോശ തരുന്നില്ല. എന്തായി? നീ എന്തിനാണ് ഇങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രീ ചേച്ചിടത്തൊക്കെ പോയി ചൂടായി. കിടപ്പാടം പോട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ യോഗ ചെയ്യ്. പിന്നെ നിന്റെ ഒരു യോഗ പറഞ്ഞു കൊടുക്കണേ. അവി, നീ എന്റെ കൂടെ പബ്ജി കളിക്കാൻ പോ, നല്ല ആശ്വാസം കിട്ടും. ഒന്ന് എഴുന്നേറ്റ് പോയെ. അവനാശേ, നിനക്കിപ്പോൾ ആവശ്യം ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ഒരു ജോലിയാണ്. എൻ്റെ നല്ലൊരു സജഷൻ ഉണ്ട്. നീ എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് ഉള്ളിയുടെ തൊലി പൊളിക്ക്. നല്ലല്ലേ? ചിലപ്പോ ദേഷ്യം വന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം തന്നെ കുത്തിയല്ല. തൊലിയാൻ വിളിച്ചോളാം. നിങ്ങളെന്താ ചെയ്യ? ഞാനില്ല. ഈ ജീവനില്ല. അവി, ജീവിതത്തിൽ ഇങ്ങനെ പല ഉച്ചനീചിത്വങ്ങളും. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അയ്യോ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ടി വി ഓഫ് ചെയ്യണം. എത്ര മധുരം. സംഗീതം സംഗീതം. ഇതെന്താണ്? കീബോർഡാ? ഇതെവിടെ നീട്ടി? ഇത് ഞാൻ മറ്റേ മണ്ണി കുഴിച്ചെടുത്ത്. എടാ എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. അതിന് നീ ഇത് നിർത്തണം. പറ്റില്ല. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ കണ്ട നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ കുറെ ദിവസം കൂടിയിട്ടാ യോഗ ചെയ്യണത്. എന്റെ പൊന്നു സാമി, ഞാൻ നിന്നോട് പറഞ്ഞ യോഗ ചെയ്യേണ്ടത് പോയി ചെയ്യണം. ഇതൊക്കെ ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എന്നാ നീ ഒരു പണി, ചെവിട്ടിൽ പഞ്ഞി വെച്ച് യോഗ. പിന്നെ ആൾക്കാർ ചെവിയിൽ പഞ്ഞൂത്തി കയറിയിട്ടല്ലേ യോഗ ചെയ്യണം. എടാ ആവി ഒന്ന് നിർത്തടാ പ്ലീസ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇത് നിർത്താൻ സൗകര്യമില്ല. ഇത് എന്റെ മെഡിറ്റേഷൻ ആണ്. നിന്നോട് ദൈവം ചോദിക്കൂടാ. എന്താ പറഞ്ഞോടെ ഇങ്ങോട്ട് പുള്ളീന? എനിക്ക് കുറച്ച് ഡൗട്ട് വെച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങോട്ട് പോയിട്ട് എന്തിനാ? സംഗീതം. ഇനിയുണ്ട്, വേറെ സാധനമുണ്ട്. ഇനിയുണ്ടോ? എന്നാ പിന്നെ ഞാനേ പോയിട്ട് പിന്നെ വരാം. അത് ശരിയാവില്ല, നീ എവിടെ ഇരിക്കും? അല്ലടാ, ഇന്ന് അടുക്കളയിൽ വേവിച്ചില്ല. പിന്നെ വെറും വയറ്റിൽ മറ്റേ സാധനം മാറിപ്പോവും. അരി വാവാന്നായിപ്പോവും. എന്തെന്നാടത്? ആ റോഡിന്റെ വളവിന്ന് കേൾക്കാലോ നിങ്ങളുടെ കൊച്ചും ബഹളോ. നീ എവിടെ പോയതാ രാവിലെ തന്നെ? എങ്ങോട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്നാ അത്ര കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാ പോരെ? എന്നിട്ട് ഫുഡ് ബാക്കി വന്നാ? നിനക്ക് എപ്പോഴും വിശക്കുണ്ടോ? അതല്ലടാ, ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഹലോ, രണ്ടുപേരും എവിടെയോ പോയി രാവിലെ നന്നായിട്ട് പണിയെടുത്ത ലക്ഷണം ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? അതിപ്പോ എന്ത് മനസ്സിലാക്കാനായിട്ട്? ആരെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ പോവാതിരിക്കില്ലല്ലോ. സ്വാഭാവികം. അത് ഇവള് ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ കൂടെ പോയതേ ഉള്ളൂ. മനസ്സിലായി. എവിടെയോ നല്ല ഓഫറിൽ ഡ്രസ് ഇട്ടുണ്ടെന്ന് അറിഞ്ഞു, അത് നോക്കാൻ പോയതല്ലേ രണ്ടുപേരും. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അല്ല, രാവിലെ തന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ നീ ഒന്നും പുറത്തു പോയില്ലല്ലോ. അടുക്കളയിലേക്ക് ഇച്ചിരി അരി വാങ്ങിക്കാനും ബിവറേജിൽ പോയി ക്യൂ നിൽക്കാനും പാവങ്ങൾ ഞങ്ങൾ തന്നെ അല്ലേ? എടാ, ഇത് ഈ കവറ് കണ്ടിട്ട് ഇവന്മാര് തള്ളണതാ. ഏടാ, അല്ലാണ്ട് എങ്ങനെ അറിയാനാ? ഞാൻ പറയാം, നിങ്ങൾ രാവിലെ മോളിൽ പോയി
ഓഫറുള്ള എല്ലാ കടകളിലും കയറി നല്ലതെല്ലാം നോക്കിയതിന് ശേഷം അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കൂറ ഡ്രസ്സ് മേടിക്കും അല്ലേ? പിന്നെ ഫ്രീ ആയിട്ട് ഫുഡും മറ്റു സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇവളെടുക്കുന്നത് എന്താണെങ്കിലും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാതെ നല്ലതാണെന്ന് പറഞ്ഞ് നീ ഇവളെ പറ്റിക്കും. കറക്റ്റാണ്. അതെ അതെ അതെ. കഴിഞ്ഞിട്ടില്ല, രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും ഷോപ്പിംഗ് വൈകിയതുകൊണ്ടും നിങ്ങൾ ഒരു ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. പിന്നെ ലക്കി ചിക്കൻ കഴിക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതും അവിടെ തീരുന്നില്ല. ഇല്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ലക്കി ഒരു ഐസ്ക്രീമും കൂടി ഓർഡർ ചെയ്യുന്നു. ഫ്ലേവർ പറയണ്ട. ലക്കി ഓർഡർ ചെയ്തത് സ്ട്രോബെറി, ദിവ്യ ഓർഡർ ചെയ്തത് ഐസ്ക്രീം അല്ല, ഹോട്ട് ചോക്ലേറ്റ്. ആർ യു സർപ്രൈസ്ഡ്? വി നോ യു ആർ സർപ്രൈസ്ഡ്. സത്യം പറയടാ, നീ എന്റെ ബട്ടൺസിലോ എല്ലായിടത്തും സ്പൈക്കാൻ വെച്ചിട്ടുണ്ടോ? അതെ, ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തമ്മിൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയാൻ പറ്റുമോ? ഏ